ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മുടെ അലീനയുടെ ജീവിതം ആകെ മാറി മറിയാൻ പോവുകയാണ്. ഒരു കാലത്ത് വൈജയന്തിയാൽ തള്ളിപ്പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന അലീന ഇന്ന് അതേ പടിപുര കടന്ന് തിരികെ എത്തുന്നത് സ്വന്തമായി കാർ ഓടിച്ച് കട്ട മാസ് ലുക്കിലാണ്. അലീനയുടെ ഈ പുതിയ ബോൾഡ് ലുക്ക് കണ്ട് വൈജയന്തി ആകെ തകർന്നു പോവുകയാണ്. അതുമാത്രമല്ല, നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻലിയും വൈജയന്തിയും നേർക്ക് കൊമ്പ് ഓർക്കാൻ പോകുന്ന ആ നിമിഷങ്ങൾക്കും കളമൊരുങ്ങിക്കഴിഞ്ഞു. അലീനയുടെ ജീവിതത്തിൽ സ്റ്റാൻലിക്കുള്ള പങ്ക് എന്താണെന്നും അലീനയുടെ ഈ വമ്പൻ തിരിച്ചുവരവ് വൈജയുടെ പ്ലാനുകളെയൊക്കെ എങ്ങനെ തകിടം മറിക്കുമെന്നൊക്കെ ഇന്നത്തെ ഈ റിവ്യൂവിൽ നമ്മൾ കണ്ടറിയാൻ പോവുകയാണ്. പോരാത്തതിന് അലീനയുടെ പ്രണയവും വീണ്ടും ലൈവായി കടന്നു വരുമ്പോൾ സീരിയൽ ഇനി വേറെ ലെവൽ ത്രില്ലർ ആകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അങ്ങനെ തന്റെ മകൾക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറയുന്നത് തനിക്ക് വലിയ നാണക്കേടാണെന്നാണ് സ്റ്റാൻലി ഒരിക്കൽ പറയുന്നത്. കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ എന്നൊരു പേര് കൂടി ഉള്ളപ്പോൾ അലീനയ്ക്ക് കാർ ഓടിക്കാൻ അറിയണം എന്നത് സ്റ്റാൻലിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. കുറഞ്ഞതൊരു കാറെങ്കിലും ഓടിക്കാൻ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അലീനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാൻ അലീനയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പപ്പ തന്നെ എന്നെ പഠിപ്പിച്ചാൽ മതിയെന്നാണ് അലീന പറയുന്നത്. അങ്ങനെ പിന്നെ താൻ തന്നെ പഠിപ്പിക്കാമെന്ന് സ്റ്റാൻലിയും സമ്മതിക്കുകയാണ്. അങ്ങനെ അലീനയുടെ ഡ്രൈവിംഗ് പരിശീലനം അവളുടെ പപ്പയുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ചു. അലീനയ്ക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് ഒരു സാധാരണ പരിശീലനം മാത്രമല്ല, മകളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സ്റ്റാൻലി എടുക്കുന്ന മറ്റൊരു ചുവട് കൂടിയാണ്. പിന്നീട് അലീന വളരെ വേഗത്തിൽ തന്നെ ഡ്രൈവിംഗ് പഠിക്കുകയും ലൈസൻസ് സ്വന്തമാക്കുകയും ചെയ്തു. അലീനയുടെ ഈ നേട്ടം സ്റ്റാൻലിയെ സന്തോഷിപ്പിക്കുന്നതിനോടൊപ്പം മകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിമാനവും കൂടുതൽ ഉയർത്തിയിരിക്കാം. അവളുടെ സന്തോഷം ഇരട്ടിയാക്കാൻ സ്റ്റാൻലി വില കൂടിയൊരു കാറ് തന്നെ അലീനയ്ക്കായിട്ട് വാങ്ങി നൽകി. അതിന്റെ കീ മകൾക്ക് സമ്മാനിച്ചപ്പോൾ അലീനയ്ക്കും അത് വളരെ സന്തോഷമുള്ള നിമിഷമായി മാറി. പപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ കാർ അലീനയ്ക്ക് ഒരു സമ്മാനം മാത്രമായിട്ടല്ല, അവളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കവും കൂടിയായിട്ടാണ് അവൾക്ക് തോന്നിയത്. ഏതായാലും കാറിന്റെ താക്കോൽ അലീനയ്ക്ക് കൈമാറിയ ശേഷം സ്റ്റാൻലി അവളെയും നോക്കി നിൽക്കുകയാണ്. കാർ ഓടിക്കാൻ പഠിച്ചതോടെ അലീന ഇനി സ്വന്തം ചിറകിൽ പറക്കാൻ തുടങ്ങുകയാണെന്നും അത് അവളെ എത്തിക്കുന്നത് താൻ ഇത്രയും കാലം മറച്ചു വെക്കാൻ ശ്രമിച്ച ഭൂതകാലത്തിലേക്കാണെന്നും സ്റ്റാൻലി തിരിച്ചറിയുന്നു. അലീന കാറിന്റെ സ്റ്റിയറിംഗിൽ തൊടുമ്പോൾ 24 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു യാത്രയിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന അവളുടെ അമ്മയെ സ്റ്റാൻലി ഓർത്തു പോവുകയാണ്. പപ്പയുടെ ആഗ്രഹം പോലെ ഞാനിപ്പോൾ ഡ്രൈവിംഗ് പഠിച്ചു, പൂർണ്ണമായും സ്റ്റാൻലിയുടെ മകളായി മാറി എന്ന് അലീന പറഞ്ഞു. അതിനൊപ്പം തന്റെ ഒരാഗ്രഹത്തിനും കൂടെ പപ്പ എതിര് നിൽക്കരുതെന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെയാണ് അലീനയുടെ മനസ്സിലുള്ള മറ്റൊരു വലിയ ആഗ്രഹത്തിലേക്ക് കഥ പതുക്കെ തിരിയുന്നത്. ഈ കാർ ഓടിച്ച് അച്ഛന്റെ വീട്ടിലേക്ക് പോകണമെന്നും അവിടെയുള്ളവരെ കാണണമെന്നും അലീന സ്റ്റാൻലിയോട് പറഞ്ഞു. എന്നാൽ അലീനയുടെ ആഗ്രഹത്തിന് സ്റ്റാൻലി എതിരെ നിന്നില്ല. എന്നാൽ അവൾ ഒറ്റയ്ക്ക് പോകേണ്ടെന്നും താനും കൂടെ വരുമെന്നും സ്റ്റാൻലി പറഞ്ഞു. അലീനയെ പിന്തുണയ്ക്കുമ്പോഴും മുന്നിൽ വരാൻ പോകുന്ന സാഹചര്യത്തെ നേരിടാൻ മകളെ ഒറ്റയ്ക്ക് വിടാൻ സ്റ്റാൻലി തയ്യാറല്ലെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ സ്റ്റാൻലി കൂടെ തന്റെ കൂടെ വന്നാൽ അമ്മയെ നേരിടേണ്ടി വരില്ലേ എന്ന് ആശങ്ക അലീനയ്ക്ക് ഉണ്ടായി. 24 വർഷങ്ങൾക്ക് ശേഷം പപ്പയെ അമ്മ കാണുമ്പോൾ അത് അമ്മയ്ക്കും ഒരു വലിയ ഷോക്കായിരിക്കും. പപ്പയ്ക്കും ആ കൂടിക്കാഴ്ച വലിയ ഞെട്ടലുണ്ടാക്കും. ഇതെല്ലാം നേരിടാൻ പപ്പ തയ്യാറാണോ എന്ന് അലീന ചോദിക്കുകയാണ്. പക്ഷെ സ്റ്റാൻലി ആകട്ടെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് അകത്ത് കയറാൻ തയ്യാറായില്ല. ഞാൻ കാറിൽ തന്നെ ഇരിക്കാം, നീ അവരെ കണ്ടിട്ട് തിരികെ വരുന്നത് വരെ ഞാൻ കാറിനുള്ളിൽ തന്നെ ഇരിക്കാമെന്നായിരുന്നു സ്റ്റാൻലിയുടെ തീരുമാനം. വർഷങ്ങൾക്ക് ശേഷം പഴയ ജീവിതത്തിലേക്ക് തിരികെ എത്തുമ്പോഴും ആ വീട്ടിലേക്ക് നേരിട്ട് കയറാനുള്ള ധൈര്യം സ്റ്റാൻലിക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് സംഭവം. ഏതായാലും ബാലചന്ദ്രന്റെ വീടിനോട് അടുക്കും തോറും സ്റ്റാൻലിയുടെ നെഞ്ചിടിപ്പ് കൂടി വന്നു. പെട്ടെന്ന് വഴിയരികിൽ കണ്ട ഒരു ക്ഷേത്രത്തിന് മുന്നിൽ അലീന കാർ നിർത്തി. പപ്പയ്ക്ക് അങ്ങോട്ട് വരാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ടോ? വേണമെങ്കിൽ നമുക്ക് തിരികെ പോകാമെന്ന് അലീന ചോദിച്ചപ്പോൾ സ്റ്റാൻലി ദീർഘനിശ്വാസത്തോടെ മറുപടി നൽകി. ഇല്ല അലീന, നീ പോയി കാണണം. പക്ഷേ തൽക്കാലം ഞാൻ കൂടെ ഉണ്ടെന്ന് ബാലചന്ദ്രനോ വൈജയന്തിയോ അറിയരുത്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം തന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കാവുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് സ്റ്റാൻലിക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതിനുശേഷം ബാലചന്ദ്രന്റെ ആ വീടിന്റെ മുന്നിലേക്ക് കാർ എത്തി നിന്നപ്പോ അന്തരീക്ഷമാകെ നിശബ്ദമായി. സ്റ്റാൻലി കാർ സീറ്റിൽ അല്പം താഴെ ഇരുന്ന് പുറത്തേക്ക് വൈജയന്തിയുടെ വീട് നോക്കി. 24 വർഷത്തെ വിടവ് അവരുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അലീന കാറിന്റെ ഡോറ് തുറക്കാൻ കൈവച്ചപ്പോ സ്റ്റാൻലി അവളുടെ കയ്യിൽ മെല്ലെ തൊട്ടു. സൂക്ഷിക്കണം, അവിടെ നിൽക്കുന്നത് നിന്റെ പഴയ മുതലാളി മാത്രമല്ല, മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടെയാണ്. അത് കേട്ട അലീന തലയാട്ടി ആത്മവിശ്വാസത്തോടെ പുറത്തേക്ക് ഇറങ്ങി. കാറ് മുറ്റത്തേക്ക് എത്തുന്നത് കണ്ടതോടെ വൈജയന്തി പുറത്തേക്ക് വന്നു. പക്ഷെ തന്റെ മുന്നിലേക്ക് വരുന്നത് ആരാണെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ കാറിൽ നിന്ന് ഇറങ്ങുന്ന അലീനയെ കണ്ടതോടെ വൈജയന്തി ആകെ ആശയക്കുഴപ്പത്തിലായി. ഒരിക്കൽ തന്റെ വീട്ടിൽ ഒരു സാധാരണ വേലക്കാരിയായി കഴിഞ്ഞിരുന്ന പെൺകുട്ടി ഇത്രയും മാറി സ്വന്തമായി കാർ ഓടിച്ച് വരുന്നത് കണ്ടപ്പോ വൈജയന്തിക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല.
ഒരിക്കൽ തനിക്ക് കീഴിൽ നിന്നിരുന്ന ഒരാൾ ഇത്രയും ഉയരത്തിലെത്തിയ കാഴ്ച വൈജയന്തിക്ക് അപ്രതീക്ഷിതമായൊരു തിരിച്ചടിയായി മാറുകയാണ്. ഇത് ശരിക്കും സംഭവിക്കുന്നതാണോ അതോ ഞാൻ കാണുന്നത് സ്വപ്നമാണോ എന്ന ഭാവത്തിലായിരുന്നു വൈജയന്തി അലീനയെ നോക്കിയത്. കാറിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൾ ചുറ്റും നോക്കുകയും ചെയ്തു. അലീനയുടെ മാറ്റം മാത്രമല്ല, അവളുടെ കൂടെ ആരാണ് വന്നിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയും വൈജയന്തിയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. എന്നാൽ അതിനിടയിൽ സ്റ്റാൻലി കാറിന്റെ പിന്നിലായി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വൈജയന്തിയുടെ കണ്ണിൽ അയാൾ പെട്ടില്ല. എന്നാൽ മറുവശത്ത് കാറിനകത്ത് നിന്ന് സ്റ്റാൻലി വൈജയന്തിയെ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് പരസ്പരം കാണുന്ന ഈ രണ്ടുപേരിൽ ഒരാൾക്ക് മറ്റേയാളെ തിരിച്ചറിയാൻ കഴിയാത്തത് തന്നെ ആ രംഗത്തിന് വേറൊരു ടെൻഷൻ നൽകുന്നുണ്ട്. എന്തായാലും വൈജയന്തിയെ കണ്ടപ്പോൾ പഴയ ഓർമ്മകൾ സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് തിരിച്ചെത്തി. ഒരു കാലത്ത് മെലിഞ്ഞും സുന്ദരിയുമായിരുന്ന ആ സ്ത്രീ ഇപ്പോൾ പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന തോന്നലാണ് സ്റ്റാൻലിക്ക് ഉണ്ടാകുന്നത്. കാറിൽ നിന്നിറങ്ങിയ അലീന ഉമ്മറത്ത് നിൽക്കുന്ന വൈജയന്തിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. ആ നോട്ടത്തിൽ ഭയമോ അപകർഷതാബോധമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് താൻ നേരിട്ട അനീതികൾക്കെതിരെയുള്ള ഒരു ശാന്തമായ വെല്ലുവിളിയായിരുന്നു. അലീനയുടെ ആ ആത്മവിശ്വാസം നിറഞ്ഞ നോട്ടം വൈജയന്തിയെ കൂടുതൽ അസ്വസ്ഥയാക്കി. ഇത് കണ്ടുകൊണ്ട് കാറിനുള്ളിലിരുന്ന സ്റ്റാൻലിക്ക് തന്റെ മകളെക്കുറിച്ച് ഉള്ളിന്റെ ഉള്ളിൽ വലിയൊരു അഭിമാനം തോന്നുകയാണ്. അതിനുശേഷം വൈജയന്തിയുടെ കണ്ണ് പെട്ടെന്ന് കാറിന്റെ കറുത്ത ഗ്ലാസ്സിലേക്ക് നീണ്ടു. ഉള്ളിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കാൻ അവൾ ഒരടി മുന്നോട്ട് വെച്ചു. ആ നിമിഷം കാറിനുള്ളിലിരുന്ന സ്റ്റാൻലിയുടെ ശ്വാസം ഒന്ന് നിലച്ചു. 24 വർഷങ്ങൾക്ക് ശേഷം തങ്ങൾ പരസ്പരം മുഖാമുഖം വരാൻ പോവുകയാണോ എന്നൊരു നിമിഷത്തിലേക്ക് അയാൾ ഭയന്നു പോവുകയാണ്. പക്ഷെ കാറിന്റെ ഡാർക്ക് ഫിലിം കാരണം ഉള്ളിലിരിക്കുന്നത് ആരാണെന്ന് വൈജയന്തിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്റ്റാൻലി സ്വയം ഓർമ്മിപ്പിച്ചു, അവൾ ഇനി തന്റെ പഴയ പ്രണയിനിയല്ല, സ്വർണ്ണ വ്യാപാരിയായ ബാലചന്ദ്രന്റെ ഭാര്യയാണ്. ആ സത്യം ഒരിക്കലും മറക്കാൻ പാടില്ലെന്നും അയാൾ മനസ്സിലാക്കുന്നു. പഴയ പ്രണയം മനസ്സിൽ ബാക്കിയായാലും ഇപ്പോഴത്തെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കേണ്ടി വരുന്നതാണ് സ്റ്റാൻലിയുടെ ഏറ്റവും വലിയ ഉള്ളിലെ പോരാട്ടം. അതേസമയം വൈജയന്തി അറിയാത്ത മറ്റൊരു സത്യവും സ്റ്റാൻലിയുടെ മനസ്സിലുണ്ടല്ലോ. അവൾ ഇപ്പോഴും തന്റെ കുഞ്ഞിന്റെ അമ്മയാണെന്ന ഓർമ്മയും അയാളെ അലട്ടുന്നുണ്ട്. അതിനാലാണ് ഈ കൂടിക്കാഴ്ച ഒരു പഴയ പ്രണയത്തിന്റെ ഓർമ്മ മാത്രമാകാതെ വർഷങ്ങളായി അടച്ചുവെച്ച നിരവധി ചോദ്യങ്ങളുടെ വാതിൽ തുറക്കുന്നതായി തോന്നുന്നത്. വൈജയന്തി ആകട്ടെ ഇതൊന്നും അറിയാതെ അലീനയുടെ ഈ പെട്ടെന്നുള്ള വരവിന്റെ കാരണം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അലീന കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി വൈജയന്തിയുടെ അത്ഭുതം ഇരട്ടിയാകാൻ പോവുകയാണ്. കാരണം അലീനയുടെ വരവിനേക്കാൾ അവളിപ്പോൾ കാണാൻ പോകുന്ന മാറ്റമാണ് അവളെ ശരിക്കും ഞെട്ടിക്കുന്നത്. അലീനയുടെ വേഷവും മൊത്തത്തിലുള്ള രൂപവും ശ്രദ്ധിച്ചപ്പോൾ വൈജയന്തി അമ്പരന്നു പോയി. താൻ മാസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്ന ആ പെൺകുട്ടിയല്ല ഇപ്പോൾ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായി. ഒരിക്കൽ താൻ ചെറുതായി കണ്ടിരുന്ന അലീന ഇന്ന് തന്റെ മുന്നിൽ ഇത്രയും ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് തന്നെയാണ് വൈജയന്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടി. അലീനയെ കണ്ട വൈജയന്തിക്ക് ആദ്യം കണ്ണുകളെ വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. ഒരിക്കൽ തന്റെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന അതേ പെൺകുട്ടിയാണോ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. അങ്ങനെ അലീനയുടെ രൂപത്തിലുള്ള ഈ മാറ്റം തന്നെയാണ് വൈജയുടെ മനസ്സിൽ ആദ്യം ഒരു വലിയ ചോദ്യം ഉയർത്തിയത്. ഇത്രയും പെട്ടെന്ന് അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അലീനയുടെ വേഷവും ആഭരണങ്ങളും ഒക്കെ കണ്ടപ്പോൾ വൈജ കൂടുതൽ ഞെട്ടി. കാതിലും കഴുത്തിലും വിലപിടിപ്പുള്ള ആഭരണങ്ങൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു സമ്പന്ന കുടുംബത്തിലെ അംഗം മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് വൈജയ്ക്ക് തോന്നിയത്. ഒരിക്കൽ സ്വന്തം വീട്ടിൽ അടുക്കളയിൽ പാത്രം കഴുകിയിരുന്ന പെൺകുട്ടി ഇന്ന് ഇത്രയും പ്രൗഢിയോടെ തിരിച്ചെത്തിയത് വൈജയന്തിക്ക് ഒട്ടും ദഹിക്കുന്നുണ്ടായിരുന്നില്ല. അലീന ഇറങ്ങിയ കാറിലേക്കും വൈജയുടെ ശ്രദ്ധ പോയി. ഇത്രയും വിലപിടിപ്പുള്ള ഒരു കാറിൽ അലീന എത്തുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. വെറും 1 വർഷം കൊണ്ടാണോ അവളുടെ ജീവിതം ഇത്രയും മാറുന്നത് എന്ന ചിന്തയാണ് വൈജയുടെ മനസ്സിലേക്ക് വന്നത്. ഇവിടെ അലീനയുടെ സാമ്പത്തിക വളർച്ചയേക്കാൾ വൈജയെ അസ്വസ്ഥയാക്കുന്നത് താൻ ഒരിക്കൽ താഴ്ന്നു നോക്കിയ ആ പെൺകുട്ടി ഇന്ന് തന്റെ മുന്നിൽ എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നതാണ്. എന്തായാലും അലീനയുടെ പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്നറിയാൻ വൈജയന്തിക്ക് വലിയ ആകാംക്ഷയുണ്ടായി. എന്നാൽ നേരിട്ട് ചോദിക്കാനും അവൾക്ക് മടിയാണ്. കാരണം അലീനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ എന്തോ ഒരു അപകർഷതാബോധം തോന്നുന്നതായി വൈജയന്തിക്ക് അനുഭവപ്പെട്ടു. ഇത്രയും കാലം മറ്റൊരാളെ വിലയിരുത്തിയിരുന്ന വൈജയന്തി ആദ്യമായി സ്വന്തം വിലയിരുത്തപ്പെടുന്ന ഒരാളായി മാറിയതുപോലെയാണ് ഈ രംഗത്തിൽ തോന്നുന്നത്. അതിനിടയിൽ അലീനയുടെ മനസ്സിൽ മറ്റൊരു വികാരമായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അമ്മയെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. എത്രയൊക്കെ ദേഷ്യമുണ്ടായാലും സ്വന്തം അമ്മയെ കാണുമ്പോൾ അലീനയുടെ മനസ്സിൽ ആദ്യം ഉയരുന്നത് പഴയ സ്നേഹത്തിന്റെ ഓർമ്മകളാണ്. പക്ഷെ അലീന പ്രതീക്ഷിച്ചതുപോലെ വൈജയന്തിയിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അമ്മ തന്നെ ഒന്ന് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തത് അലീനയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. വൈജയ്ക്കാണെങ്കിൽ അലീനയുടെ ഈ മാറ്റം കണ്ട് ഒട്ടും വിശ്വസിക്കാനായിട്ടില്ല. വൈജയുടെ മനസ്സ് അപ്പോഴും ചോദ്യങ്ങളാൽ നിറഞ്ഞിരുന്നു. ഒരിക്കൽ തന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടി എങ്ങനെയാണ് ഇത്രയും സമ്പന്നമായ നിലയിൽ തിരിച്ചെത്തിയത്? അതിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ് വൈജയുടെ മനസ്സിൽ ഇരമ്പിക്കയറുന്നത്. ഉമ്മറത്ത് നിൽക്കുമ്പോൾ അലീന തന്റെ പുതിയ കാറിന്റെ തിളങ്ങുന്ന റിമോട്ട് കീ വിരലുകളിൽ മെല്ലെ കറക്കി പിടിച്ചു. വൈജയുടെ കണ്ണുകൾ അറിയാതെ തന്നെ ആ കാറിന്റെ കീയിലേക്കും അതിന്റെ ബ്രാൻഡ് ലോഗോയിലേക്കും നീണ്ടു. സുഖമാണോ മാഡം എന്ന് അലീന വളരെ ശാന്തമായി ചോദിച്ചപ്പോൾ വൈജയുടെ നെഞ്ചിൽ ഒരു ഇടുത്തി വെട്ടി. പണ്ട് അമ്മയെന്ന് വിളിക്കാൻ കൊതിച്ച മകളിൽ നിന്നുള്ള ആ ഔദ്യോഗികമായ വിളിയും ചോദ്യവും
വൈജയെ ആകെ തളർത്തി കളഞ്ഞു. എന്നാൽ പഴയതുപോലെ അലീനയോട് കയർത്ത് സംസാരിക്കാനും അവളെ ഇറക്കി വിടാനും വൈജയന്തിക്ക് ഇപ്പോൾ ധൈര്യം വരുന്നില്ല. കാരണം അവളുടെ മുന്നിൽ നിൽക്കുന്നത് പഴയ അലീനയല്ല. അധികാരം കയ്യിലുണ്ടായിരുന്ന കാലത്ത് എളുപ്പത്തിൽ പറയാനായ വാക്കുകൾ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയപ്പോൾ വൈജയന്തിയുടെ തൊണ്ടയിൽ തന്നെ കുടുങ്ങുകയാണ്. അങ്ങനെ ഇരുവരും തമ്മിൽ വാക്കുകൾ പോലും കൈമാറാതെ നിൽക്കുന്ന സമയത്താണ് ബബിത പുറത്തേക്ക് വരുന്നത്. അലീനയെ കണ്ടതും അവൾ ഓടിയെത്തി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു. വൈജയന്തി മൗനത്തിൽ നിന്നപ്പോൾ ബബിതയുടെ ആ ഒരു ചേർത്തുപിടുത്തം അലീനയ്ക്ക് ഇത്രയും നേരം കിട്ടാതിരുന്ന സ്നേഹത്തിന്റെ ആശ്വാസമായി മാറി. അലീന ചേച്ചി, ഇവിടെ തന്നെ നിൽക്കാതെ അകത്തേക്ക് വാ എന്ന് ബബിത അവളെ സ്നേഹത്തോടെ വിളിച്ചു. ആ വാക്കുകൾ കേട്ടതോടെ വൈജ പെട്ടെന്ന് അകത്തേക്ക് പോയി. അലീനയുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അമ്മ തന്നെ കണ്ടിട്ട് എന്തുകൊണ്ടാണൊന്നും സംസാരിക്കാതെ അകത്തേക്ക് പോയതെന്നത് അവൾക്ക് മനസ്സിലായില്ല. അമ്മയുടെ മൗനം തന്നെയാണ് അലീനയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. കാരണം അവൾ പ്രതീക്ഷിച്ചത് ഒരു വാക്കെങ്കിലും ആയിരുന്നു. അമ്മ എന്നോടൊന്നും സംസാരിക്കാതെ പോയത് എന്താണ് എന്നുള്ള വേദന അലീനയുടെ മുഖത്ത് വ്യക്തമായി. ഒരുപക്ഷെ അമ്മ ദേഷ്യപ്പെടും, വഴക്ക് പറയും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടും എന്നൊക്കെയായിരുന്നു അവൾ മനസ്സിൽ കരുതിയത്. പക്ഷേ ദേഷ്യത്തെക്കാൾ അലീനയെ തകർക്കുന്നത് അമ്മയുടെ ഈ നിശബ്ദത തന്നെയാണ്. ഞാൻ ഈ വീട്ടിലേക്ക് വീണ്ടും കയറി വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് നേരിട്ട് പറഞ്ഞുകൂടെ? എന്നോട് ദേഷ്യപ്പെടുന്നില്ല, ഇറങ്ങിപ്പോകാനും പറയുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പെരുമാറുന്നത് എന്ന ചോദ്യങ്ങളോടെ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അലീനയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ബബിതയ്ക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ ഓർത്ത് കരയുകയാണോ? ഇത്രയും നാളുകൾക്ക് ശേഷം അമ്മയെ കണ്ടതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ബബിത അലീനയെ ആശ്വസിപ്പിച്ചു. പക്ഷെ അലീനയുടെ വിഷമം അമ്മയെ കണ്ടതിന്റെ സന്തോഷമില്ലാത്തത് കൊണ്ടല്ല, അമ്മയിൽ നിന്ന് ഒരു വാക്ക് പോലും കേൾക്കാൻ കഴിയാത്തതിന്റെ വേദനയാണ്. എങ്കിലും അലീന ബബിതയോട് പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, സന്തോഷമുണ്ട്, പക്ഷെ അമ്മ ദേഷ്യപ്പെട്ടാലും എന്നോടൊന്നും സംസാരിക്കുമല്ലോ. എത്ര കാലങ്ങളായി അമ്മ എന്നോടൊന്നും സംസാരിച്ചിട്ട്, വഴക്ക് പറഞ്ഞിട്ട് പോലും ഒരുപാട് കാലമായി. സത്യത്തിൽ അതൊക്കെയാണ് ഞാൻ മിസ് ചെയ്തത്. അമ്മയുമായി എന്തെങ്കിലും സംസാരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് അലീന തുറന്നു പറഞ്ഞു. അലീനയ്ക്ക് വേണ്ടിയിരുന്നത് അമ്മയുടെ സ്നേഹം മാത്രമല്ല, ഒരിക്കൽ നഷ്ടപ്പെട്ട ആ അമ്മ മകൾ ബന്ധത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും തിരികെ കെട്ടണമെന്നായിരുന്നു. എന്നാൽ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി സംസാരിക്കേണ്ടെന്ന് ബബിത പറഞ്ഞു. പകരം അലീനയുടെ വിശേഷങ്ങൾ അറിയാനായിരുന്നു അവൾക്ക് താല്പര്യം. അകത്തേക്ക് വായു, ഇത് ചേച്ചിയുടെ അച്ഛന്റെ വീടല്ലേ, ഇവിടെ കയറാൻ ചേച്ചി ആരെയും പേടിക്കേണ്ടെന്ന് പറഞ്ഞ് ബബിത അലീനയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വൈജ സ്വീകരിച്ചില്ലെങ്കിലും ബബിതയുടെ ഈ സമീപനം അലീനയ്ക്ക് ആ വീട്ടിൽ ഇപ്പോഴും തനിക്കൊരു ഇടമുണ്ടെന്ന തോന്നൽ നൽകുന്നുണ്ട്. അപ്പോഴാണ് വൈജ ബബിതയെ വിളിച്ചത്. ഞാൻ ഇപ്പോൾ വരാമെന്ന് അലീനയോട് പറഞ്ഞിട്ട് ബബിത വൈജയുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയം അകത്തേക്ക് കയറി അലീന ഉമ്മറത്തെയും ഹാളിലെയും പഴയ കാഴ്ചകളിലേക്ക് കണ്ണുപിടിച്ചു. പണ്ട് താൻ തോത്തു തുടച്ച തറയും ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന കുടുംബ ചിത്രങ്ങളും അവിടെ തന്നെയുണ്ട്. പക്ഷെ ഇന്ന് ആ ചിത്രങ്ങളിലേക്ക് നോക്കുമ്പോൾ പണ്ടത്തെ ഭയമോ സങ്കടമോ അവളുടെ മനസ്സിലില്ലായിരുന്നു. അലീനയുടെ ഈ ഭാവമാറ്റം ജനൽ വിടവിലൂടെ സൂക്ഷിച്ചു നോക്കിയ വൈജയന്തിക്ക് വലിയൊരു മാനസിക പ്രഹരമായി മാറി. വൈജയന്തിയാണെങ്കിൽ ഹാളിൽ നിൽക്കുന്ന അലീന കേൾക്കാത്ത വിധം തൊട്ടടുത്ത മുറിയിൽ നിന്ന് ബബിതയെ അടക്കി പിടിച്ച ശബ്ദത്തിൽ അടുത്തേക്ക് വിളിച്ചു. അല്ല, അവള് വീണ്ടും എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നത് എന്നായിരുന്നു വൈജയന്തിയുടെ ആദ്യത്തെ ചോദ്യം. ബബിത വൈജയെ ആശ്വസിപ്പിച്ചു. അലീന തങ്ങളെയും കൃഷ്ണയും കണ്ടു കഴിഞ്ഞാൽ അധിക നേരം ഇവിടെ നിൽക്കാതെ മടങ്ങിപ്പോകുമെന്നാണ് ബബിത പറഞ്ഞത്. എന്നാൽ ബബിതയുടെ അടുത്ത വാക്കാണ് വൈജയന്തിയെ കൂടുതൽ ചൊടിപ്പിക്കുന്നത്. ബബിത പറയുകയാണ്, അമ്മ വിഷമിക്കേണ്ട, പഴയതുപോലെ അലീനയെ അടുക്കളയിൽ നിർത്താൻ ഇനി സാധിക്കില്ല. ചേച്ചിക്കിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മയേക്കാൾ വലിയ സാമ്പത്തിക നിലയിലാണ് ചേച്ചി എത്തിയിരിക്കുന്നത്. ഇത് കേട്ടതോടെ വൈജയുടെ സംശയം മറ്റൊരു വഴിയിലേക്ക് പോയി. അലീന മനഃപൂർവ്വം തന്റെ മുന്നിൽ പണവും സ്വാധീനവും പ്രദർശിപ്പിക്കാനാണ് വന്നതെന്ന് അവൾ ചിന്തിച്ചു പോവുകയാണ്. വലിയ കാറും വില കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണെന്നാണ് വൈജയന്തിയുടെ ധാരണ. അലീനയുടെ ഈ മാറ്റത്തെ അംഗീകരിക്കുന്നതിന് പകരം അതിന് പിന്നിൽ അവളെ അപമാനിക്കാനുള്ള ഉദ്ദേശം തിരയുകയാണ് വൈജയന്തി. വൈജയുടെ ഈ ചിന്തകൾ ബബിതയ്ക്ക് മനസ്സിലായി. അമ്മയ്ക്ക് അലീന ചേച്ചിയോട് കുറച്ച് അസൂയൊക്കെ ഇല്ലേ എന്നായിരുന്നു ബബിതയുടെ ചോദ്യം. എന്നാൽ അലീന ഇന്ന് ഇത്രയും വലിയ നിലയിൽ എത്തിയത് പോലും ഒരർത്ഥത്തിൽ വൈജയുടെ തീരുമാനത്തിന്റെ ഫലമാണെന്ന് ബബിത ഓർമ്മിപ്പിച്ചു. അന്ന് അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ അമ്മ ഇത്രയും വാശി കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൾ ഇപ്പോഴും ഈ വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞേനെ എന്നാണ് ബബിത പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ ഒരാളെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ബബിത ചിരിച്ചുകൊണ്ട് അലീനയുടെ അടുത്തേക്ക് തന്നെ മടങ്ങി. എന്നാൽ ബബിത പറഞ്ഞ വാക്കുകൾ വൈജയുടെ മനസ്സിൽ തന്നെ തങ്ങി. ഞാനാണ് അവളെ പുറത്താക്കാൻ വാശി കാണിച്ചത്, അതുകൊണ്ടാണോ അവൾ ഇത്രയും ഉയർന്നത് എന്നുള്ളൊരു ചിന്ത വൈജയെ ഉള്ളിൽ നിന്ന് അലട്ടുന്നുണ്ട്. അതിനിടയിൽ രോഹിത്തും കൃഷ്ണയും അലീനയുടെ അടുത്തേക്ക് എത്തി. ഏറെ കാലത്തിന് ശേഷം അവളെ കണ്ട സന്തോഷം ഇരുവരുടെയും മുഖത്തുണ്ടായിരുന്നു. കൃഷ്ണയ്ക്ക് അലീന വീണ്ടും തിരികെ പോകുന്നത് ഒട്ടും ഇഷ്ടമായില്ല. ഇവിടെ തന്നെ നിൽക്കണം, കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും എന്ന് അവൾ ആവശ്യപ്പെടുകയാണ്. പക്ഷെ അലീനയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അലീന പറയുകയാണ്, അതൊന്നും നടക്കില്ല മോളെ, പപ്പ പുറത്ത് കാത്തിരിക്കുകയാണ്. ഞാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ പപ്പയ്ക്ക് ദേഷ്യം വരും. എന്നെ സ്റ്റാൻലി കാറിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന കാര്യം
അവൾ അവരോട് തമാശയായിട്ട് പറഞ്ഞു. എന്നാൽ കൃഷ്ണമോൾക്ക് മറ്റൊരു ആശയമാണ് തോന്നിയത്. എല്ലാ സത്യങ്ങളും ഞങ്ങൾ 3 പേരും അറിഞ്ഞു. ഇനി അമ്മ മാത്രമല്ലേ അറിയാത്തതുള്ളൂ. ഞാൻ പോയി സ്റ്റാൻലി അങ്കിളിനെ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് അവൾ ചോദിക്കുകയാണ്. പക്ഷെ അലീന പറയുന്നുണ്ട്, അയ്യോ അങ്ങനെയൊന്നും ചെയ്യല്ലേ മോളെ, പപ്പ എന്നെ കൊല്ലും. കാരണം സ്റ്റാൻലിയും വൈജയും നേർക്കുനേർ വരുന്നതിന്റെ ഗൗരവം അലീനയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഇപ്പോൾ അവൾ തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അതിനിടയിലാണ് അലീന രോഹിത്തിനോട് അവന്റെ കാര്യങ്ങൾ ചോദിച്ചത്. മനുവേട്ടനോടൊപ്പം ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടിരുന്നല്ലോ എന്നായിരുന്നു അവളുടെ ചോദ്യം. അടുത്ത ആഴ്ച തന്നെ പോകുമെന്നും അവിടെ മനുവിന് ജോലി ശരിയായിട്ടുണ്ടെന്നും രോഹിത് പറഞ്ഞു. അതിനൊപ്പം അലീനയെ വീണ്ടും കാണാനുള്ള തന്റെ ആഗ്രഹവും രോഹിത് തുറന്നു പറയുകയാണ്. അടുത്ത തവണ മനുവേട്ടനെയും കൂട്ടി ഞാൻ സ്റ്റാൻലി അങ്കിളിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് രോഹിത് ചോദിച്ചപ്പോ മനുവിന്റെ പേര് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ഇപ്പോഴും ദേഷ്യം വരുമെന്ന് അലീന മുന്നറിയിപ്പ് നൽകി. അലീനയ്ക്ക് മനുവുമായിട്ടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാൻലി ഇപ്പോഴും പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഇവിടെയുള്ള മറ്റൊരു വലിയ പ്രശ്നം. നിങ്ങളും കൃഷ്ണയും വരുന്നതിൽ പപ്പയ്ക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ മനുവേട്ടന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ആ പേര് കേൾക്കുന്നത് പോലും പപ്പയ്ക്ക് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ പതുക്കെ പപ്പയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ദിവസം മനുവേട്ടനെ പപ്പ അംഗീകരിക്കും എന്ന് അലീന ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അങ്ങനെ മനുവിനെക്കുറിച്ചും സ്റ്റാൻലിയുടെ ദേഷ്യത്തെക്കുറിച്ചും സംസാരിച്ചു നിൽക്കെ പെട്ടെന്ന് പുറത്തെ വലിയ ഇരുമ്പ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. അച്ഛൻ വന്നോ എന്ന ചോദ്യത്തോടെ അലീന തിടുക്കത്തിൽ ഉമ്മറത്തേക്ക് നോക്കി. പണ്ട് താൻ തനിയെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തനിക്ക് താങ്ങായി നിന്ന ആ അച്ഛന്റെ രൂപം കാണാൻ അവളുടെ കണ്ണുകൾ കൊതിക്കുകയായിരുന്നു. അലീന കരുതിയതുപോലെ തന്നെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തി. അയാളെ കണ്ട നിമിഷം അലീനയുടെ മുഖത്ത് പെട്ടെന്ന് സന്തോഷം നിറഞ്ഞു. ഇത്രയും നേരം അമ്മയുടെ മൗനം വേദനിപ്പിച്ച അലീനയ്ക്ക് ബാലചന്ദ്രന്റെ വരവ് ആ നിമിഷത്തിൽ ഒരു വലിയ ആശ്വാസമായി മാറുകയാണ്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. പിന്നെ യാതൊരു മടിയും കൂടാതെ അയാളെ ചേർത്ത് പിടിച്ചു. അലീന അച്ഛാ എന്ന് വിളിച്ച് ഓടിയെത്തിയ ആ നിമിഷം ബാലചന്ദ്രന്റെ മുഖഭാവം തന്നെ മാറി. മകളുടെ ശബ്ദം കേട്ടതോടെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരുപാട് കാലങ്ങളായി കേൾക്കാൻ കഴിയാതിരുന്ന ആ ഒരു വിളി വീണ്ടും കേൾക്കുന്നത് ബാലചന്ദ്രനെ വല്ലാതെ ഇമോഷണൽ ആക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുകയാണ്, എന്റെ മോളുടെ ആ വിളി ഈ വീട്ടിൽ നിന്ന് കേട്ടിട്ട് എത്ര കാലമായി, ഇപ്പോഴെങ്കിലും വീണ്ടും കേൾക്കാൻ കഴിഞ്ഞല്ലോ. ശേഷം എപ്പോഴാണ് എത്തിയതെന്ന് അദ്ദേഹം ചോദിച്ചപ്പോ കുറച്ചു നേരമായി വന്നിട്ടെന്നും അച്ഛനെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയതാണെന്നും അമ്മയെ കണ്ടു, പക്ഷെ അമ്മ എന്നോടൊന്നും സംസാരിച്ചില്ല, അതിൽ തനിക്ക് വിഷമമുണ്ടെന്നും അലീന പറഞ്ഞു. പക്ഷെ ബാലചന്ദ്രൻ അലീനയെ ആശ്വസിപ്പിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. അവളൊന്നും പറയാതിരിക്കുന്നതാണ് അലീന നല്ലത്. വായ തുറന്നാൽ പിന്നെ നിന്നെ കുറ്റപ്പെടുത്തുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതൊക്കെ കേട്ട് നീ ഇതിലും വലിയ വിഷമത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇപ്പോഴുള്ളത് തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിനിടയിൽ അലീനയുടെ ശ്രദ്ധ അച്ഛന്റെ ആരോഗ്യത്തിലേക്കായി. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു പോയതുപോലെ അവൾക്ക് തോന്നി. താൻ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ബാലചന്ദ്രന് മദ്യപിക്കുന്ന ശീലം തുടങ്ങിയെന്ന് ബബിത പറഞ്ഞ കാര്യം അവൾ ഓർത്തെടുത്തു. അലീനയുടെ സ്വന്തം വിഷമം മാറി അച്ഛന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയിലേക്ക് അവളുടെ ശ്രദ്ധ പെട്ടെന്ന് മാറുകയാണ്. എന്നിട്ട് അലീന പറയുകയാണ് ബാലചന്ദ്രനോട്, കാറിൽ പപ്പയുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചാൽ മതി. പപ്പയ്ക്ക് പിന്നെ പണ്ടേ ഈ ശീലങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ കേൾക്കാറില്ലെന്ന് അലീന പറഞ്ഞു. അച്ഛൻ തന്നെ അനുസരിക്കാറുണ്ടല്ലോ എന്ന രീതിയിൽ അവൾ ബാലചന്ദ്രനോട് ചെറിയൊരു ദേഷ്യവും കാണിച്ചു. ബബിത ഉടനെ തന്നെ അതിൽ ഇടപെട്ടു. ഞാൻ എത്ര പറഞ്ഞാലും അച്ഛൻ കേൾക്കാറില്ല ചേച്ചി, പക്ഷെ അലീന പറയുമ്പോൾ മാത്രം കേൾക്കും. അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്ന് അവൾ കളിയാക്കി. ബാലചന്ദ്രനും അത് സമ്മതിച്ചു. നിങ്ങൾ 3 പേരും എനിക്ക് ഒരുപോലെയാണെങ്കിലും അലീനയോട് എനിക്ക് കുറച്ചുകൂടെ പ്രത്യേക ഇഷ്ടമുണ്ട്. അതോടെ അലീന വീണ്ടും അച്ഛനോട് സ്നേഹത്തോടെ മുന്നറിയിപ്പ് നൽകി. മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ഇനി അവളുടെ വാക്ക് കേൾക്കണമെന്നും അവൾ ആവശ്യപ്പെടുകയാണ്. ബാലചന്ദ്രനും മകളെ സന്തോഷിപ്പിക്കാൻ ഇനി മദ്യം തൊടില്ലെന്ന വാക്ക് നൽകി. എന്തായാലും അച്ഛൻ തന്റെ വാക്ക് സമ്മതിച്ചതോടെ അലീന സന്തോഷത്തോടെ അവിടെ നിന്ന് മടങ്ങാൻ തയ്യാറായി. വൈജി ആകെ അസ്വസ്ഥയായി നിൽക്കുകയായിരുന്നു. അലീനയുടെ വരവ് ഒരാൾക്ക് സന്തോഷം നൽകിയപ്പോൾ മറ്റൊരാളുടെ മനസ്സിൽ അത് അസൂയയും ചോദ്യങ്ങളും കൂട്ടുകയാണ്. അവസാനം വൈജയന്തി ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെ ചെന്നു. നേരെ അലീനയുടെ കാര്യം ചോദിച്ചുകൊണ്ടായിരുന്നു അവളുടെ തുടക്കം. ഒരിക്കൽ ഇവിടെ നിന്ന് ഒരു സാധാരണ ജോലിക്കാരിയായി പുറത്തുപോയ ആ പെണ്ണ് ഇപ്പൊ തിരിച്ചെത്തിയത് അതേ നിലയിലല്ലല്ലോ എന്ന് അവള് ചൂണ്ടിക്കാണിച്ചു. ഇപ്പൊ അവളെ കണ്ട നമ്മുടെ വീട്ടിലെ ജോലിക്കാരിയാണോ അവളുടെ വീട്ടിലെ ജോലിക്കാരിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അല്ല, ഇത് എങ്ങനെ സംഭവിച്ചു? അവൾക്ക് ഇത്രയും സ്വർണവും വിലപിടിപ്പുള്ള കാറും ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇനി ഇതിന്റെ പിന്നിലും നിങ്ങളാണോ എന്നൊക്കെയാണ് നമ്മുടെ വൈജയുടെ ചോദ്യങ്ങൾ. അലീനയുടെ പുതിയ ജീവിതം എങ്ങനെ ഉണ്ടായെന്ന് അറിയാനുള്ള ആകാംക്ഷ ഇപ്പോൾ വൈജയുടെ നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ബാലചന്ദ്രൻ കൊടുക്കുന്ന ആ മറുപടി വൈജ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതൊന്നും ഞാൻ വാങ്ങിക്കൊടുത്തതല്ല, പഴയ കാമുകനാണ് ഇതെല്ലാം ചെയ്തത്. അതോടൊപ്പം ഇനി കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് തന്നെ സംസാരിപ്പിക്കരുതെന്നും അദ്ദേഹം വൈജയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ഒരു വാക്കോടെ ഇതുവരെ മറഞ്ഞു കിടന്ന മറ്റൊരു വലിയ സത്യം വൈജയുടെ മുന്നിൽ തുറന്നു വീഴുകയാണ്. ബാലചന്ദ്രന്റെ ആ മറുപടി കേട്ടതോടെ വൈജയന്തി ശരിക്കും ഞെട്ടിപ്പോയി. അലീനയുടെ സമ്പത്തിന്റെയും മാറ്റത്തിന്റെയും പിന്നിലെ യഥാർത്ഥ വ്യക്തിയെക്കുറിച്ചുള്ള വൈജയുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ പുതിയൊരു ദിശയാണ് ലഭിച്ചിരിക്കുന്നത്. ബാലചന്ദ്രന്റെ ആ വാക്കുകൾ വൈജയുടെ തലച്ചോറിലേക്ക് ഒരു ഇടുത്തിയ പോലെയാണ് പതിച്ചത്. പഴയ കാമുകനോ അവളുടെ
അവളുടെ ചുണ്ടുകൾ വിറച്ചു. വൈജയുടെ വിറയ്ക്കുന്ന നിൽപ്പ് കണ്ടിട്ടും ബാലചന്ദ്രൻ അയഞ്ഞില്ല. അയാൾ സിഗരറ്റ് കത്തിച്ച് ഉമ്മറത്തെ തൂണിൽ ചാരി നിന്ന് പുറത്തേക്ക് നോക്കി. അതെ വൈജയന്തി, നീ കേട്ടത് സത്യമാണ്. അന്ന് ആരുമില്ലാതെ ഈ പടിയിറങ്ങിപ്പോയ അലീനയുടെ കൈ പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു. അവൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി തിരികെ നൽകാൻ കഴിവുള്ള ഒരാൾ. ആരാണ് അയാളെന്ന് വൈജ ചോദിച്ചപ്പോൾ, അതറിയണമെങ്കിൽ നീ ആ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ല്. ബാലചന്ദ്രൻ കാറിന് നേരെ വിരൽ ചൂണ്ടി. ആ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരാൾ ഇരിപ്പുണ്ട്. ഇത്രയും നേരം നിന്റെ ഓരോ ചലനങ്ങളും കണ്ട്, നിന്റെ ഉള്ളിലെ ഈ ഭയം കണ്ട് ആസ്വദിച്ചുകൊണ്ട് അയാൾ അവിടെ തന്നെയുണ്ട്. വൈജയന്തി മെല്ലെ ഉമ്മറപ്പടികൾ ഇറങ്ങി മുറ്റത്തേക്ക് നടന്നു. അവളുടെ ഓരോ അടിയും തളരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഡോറിന്റെ ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ഉള്ളിലെ സ്വിച്ച് അമർത്തിയതുപോലെ കാറിന്റെ കറുത്ത ഗ്ലാസ് മെല്ലെ താഴേക്കിറങ്ങി. ഗ്ലാസ് പൂർണ്ണമായി താഴ്ന്നപ്പോൾ വൈജ കണ്ടത് 24 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോയെന്ന് കരുതിയ ആ പഴയ മുഖമായിരുന്നു. കേണൽ സ്റ്റാൻലി ജോസഫ്. ഗൗരവം തുളുമ്പുന്ന കണ്ണുകളോടെ തോളിലെ പഴയ ഗാംഭീര്യം കൈവിടാതെയുള്ള സ്റ്റാൻലിയുടെ ആ ഇരിപ്പ്. വൈജയന്തി ഒരടി പുറകോട്ട് മാറിപ്പോയി. കൈകൾ അറിയാതെ വായിലേക്ക് ചേർത്ത് പിടിച്ചു. സ്റ്റാൻലി. അവളുടെ തൊണ്ടയിൽ നിന്ന് ആ പേരൊരു ഗദ്ഗതമായി പുറത്തു വന്നു. സ്റ്റാൻലി കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതേ വൈജയന്തി, ഞാൻ തന്നെ. നീ അടുക്കളപ്പണിക്ക് നിർത്തി ഒടുവിലെ ഒന്നുമില്ലാത്തവളാണെന്ന് പറഞ്ഞ് ഇറക്കിവിട്ട ആ അലീന എന്റെ മകളാണ്. കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകൾ. അത് കേട്ടതും വൈജയ്ക്ക് നിലം പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ തോന്നി. താൻ ഇത്രയും നാൾ ദ്രോഹിച്ചതും ചെറുതായി കണ്ടതുമായ ആ പെൺകുട്ടി ഒരു കാലത്ത് താൻ ജീവന തുല്യം സ്നേഹിക്കുകയും പിന്നീട് സാഹചര്യങ്ങൾ കൊണ്ട് അകലേണ്ടി വരികയും ചെയ്ത സ്റ്റാൻലിയുടെ ചോരയാണെന്ന സത്യം വൈജയുടെ സകല ആത്മവിശ്വാസത്തെയും തച്ചുടച്ചു കളഞ്ഞു. അപ്പോഴേക്കും വീടിനുള്ളിൽ നിന്ന് അലീനയും ബബിതയും കൃഷ്ണയും ഇറങ്ങി വന്നു. അച്ഛന്റെയും പപ്പയുടെയും നടുവിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് തകർന്നു നിൽക്കുന്ന വൈജയന്തിയെ നോക്കി അലീന തന്റെ കണ്ണുകൾ തുടച്ചു.